തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരുന്നു. പോറ്റിയെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല, ഉദ്യോഗസ്ഥരെ പഴിച്ചത് കൊണ്ടുമായില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വാഭാവികമായും ദേവസ്വം ബോർഡിനുണ്ട്. അതിന്റെ സമ്മർദ്ദം അവർക്ക് മേലുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഏതെല്ലാം നിലയ്ക്ക് ഈ വിഷയങ്ങൾ ചർച്ചയാകും, വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടോ, എങ്ങനെ കാണണം ആ യോഗത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അടിമുടി വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇത് കൊണ്ടുപോയി? രണ്ടാമത്തെ കാര്യം, ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലായിരുന്നു. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് അനുഗമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ ആരും കൊണ്ടുപോയിട്ടില്ല. ഇത് കൊണ്ടുപോയി തിരികെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് രേഖകളിൽ മാത്രമാണ് ഇത് കൊണ്ടുപോയി എന്നും അത് തിരികെ എത്തിയതായി പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അവർ അതിന് പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ആളുകൾ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ സ്പോൺസർ വന്നു. ഇപ്പോൾ ആ സ്പോൺസറെ ഇത് ഏൽപ്പിച്ചു. ആ സ്പോൺസർ ആദ്യം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ തിരികെ എത്തുവരുന്നു. അപ്പോൾ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തീർച്ചയായും ദേവസ്വം ബോർഡിന് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള അതിൽ സംശയമില്ല. എന്തായാലും ബോർഡ് പ്രസിഡന്റ് തന്നെ ഇന്നലെ അക്കാര്യത്തിൽ, പ്രശാന്ത് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഈ യോഗം എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം എടുക്കുന്നത്. കാരണം വലിയ രീതിയിൽ ഈ ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും CPM-നെതിരെയൊക്കെ സംഘപരിവാർ സംഘടനകളൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അത് ലാഘവത്തോടെ കാണുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ യോഗം വളരെ നിർണായകമാണ്. നമുക്ക് ഇതിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തായാലും ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലതാണ്.